ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഒക്കെ ഏറെക്കുറെ തീരാറായി, ഉച്ചയാവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ജർമ്മനിയുടെ സൗത്ത് വെസ്റ്റേൺ സൈഡിലുള്ള ഒരു സിറ്റിയാണ് കേട്ടോ, ട്രയർ. ഇത് ലക്സംബർഗ് ബോർഡറിന് അടുത്തുള്ള ഒരു സിറ്റിയാണ്. ഫോട്ടോയിലേക്ക് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സിറ്റി. അങ്ങനെ നമ്മൾ ആ സിറ്റി കറങ്ങാൻ എത്തിയിരിക്കുക. നമ്മുടെ കൂടെ ഇന്ന് അപ്പും മാമനുമുണ്ട്, എൻ്റെ കസിനാണ് കേട്ടോ. ഇത്ര ക്വയറ്റായിട്ടുള്ള ഒരു യൂറോപ്യൻ സിറ്റി ഇതിന് മുന്നേ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളെവിടെ പോയാലും അവിടെ കുറേ ആൾക്കാരെ കാണാം. അത് പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമായിരുന്നു. പിന്നെ നമ്മുടെ ഒരു നിഗമനം അനുസരിച്ച് നമ്മളിപ്പോൾ ചിലപ്പം ഈ സിറ്റിയുടെ മെയിൻ അട്രാക്ഷൻ അല്ല അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിലായിരിക്കില്ല. അപ്പോൾ നമുക്കൊരു അട്രാക്ഷൻ ഇട്ടിട്ട് ആ ലക്ഷ്യം ആക്കി അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ കത്തീഡ്രൽ ഇട്ടു. ഈ കത്തീഡ്രൽ ഈ ട്രയർ സിറ്റിയുടെ വൺ ഓഫ് ദ മെയിൻ ഒരു അട്രാക്ഷൻസ് ആട്ടോ. അടിപൊളി, അത്രയും വലിയൊരു കത്തീഡ്രൽ. കത്തീഡ്രലിൻ്റെ അടുത്തോട്ട് എത്തിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സന്തോഷമൊക്കെ വന്ന് ഞങ്ങളിങ്ങനെ കുറേ ഡിസ്കഷന് ശേഷം കേട്ടോ ഈ സ്ഥലത്ത് വരാൻ തീരുമാനിച്ചപ്പോൾ ഞാനായിരുന്നു മെയിനായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ പോയി നോക്കാം. കാരണം ഈ സിറ്റിയെക്കുറിച്ച് വായിക്കുമ്പോൾ പഴയ റോമൻ എംപയറിലുള്ള റോമൻ ആർക്കിടെക്ചറുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതുപോലത്തെ സംഭവങ്ങൾ അങ്ങനെ അധികം നമ്മൾ യൂറോപ്പിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കാണാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഇത് ചൂസ് ചെയ്തത്. പിന്നെ ഈ കത്തീഡ്രലിൻ്റെ അകത്ത് കയറിയപ്പം അങ്ങ് കുറേ വളരെ അധികം സന്തോഷം തോന്നി. ഈ യൂറോപ്യൻ ആർക്കിടെക്ചർ ഭയങ്കര അടിപൊളിയാണ്. അത് പ്രത്യേകിച്ച് ഇവരുടെ കത്തീഡ്രലിൻ്റെ അകയൊക്കെ കാണാൻ ഒരു രക്ഷയില്ല. നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ എന്താ പറയുക, അവരുടെ ആർക്കിടെക്ചർ അവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭംഗിയൊക്കെ നമ്മൾ കണ്ടു നിന്നു പോകും. നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നു പോകും. അമ്മാതിരിയാണ് അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ക്രിയേറ്റീവ്നെസ്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിയപ്പം അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സിറ്റി ടൂർ നടത്തുന്ന വണ്ടിയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത അട്രാക്ഷൻസിലൊരെണ്ണം ഈ കാണുന്ന ഒരു റോമൻ ആർക്കിടെക്ചറിലുള്ള ഒരു സംഭവം. ഇതിൻ്റെ പേര് പോർട്ടോ നൈഗ്ര എന്ന് കേട്ടോ. ഇതൊരു വലിയ ഗേറ്റാണ്, പണ്ടത്തെ എന്തോ ഒരു സംഭവമാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മൾ നേരെ പോയി അത് കണ്ടു. ഇനി നമ്മുടെ ലക്ഷ്യം സിറ്റി സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും ഫുഡ് അടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരെ പോയി ആ പോർട്ടോ നൈഗ്ര ഗേറ്റൊക്കെ കണ്ടു. അതൊക്കെ ഒന്ന് കുറച്ച് നേരം നിന്ന് കണ്ടാസ്വദിച്ച് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടുത്തെ ടൗൺ സെൻറ്ററിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പം എല്ലാ നോർമൽ യൂറോപ്യൻ സിറ്റിയിലുള്ള സെറ്റപ്പൊക്കെ തന്നെ. പിന്നെ ഈ മണിയടി കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ നടക്കാനിറങ്ങി. ഇവിടെ ഒരു റോമൻ ബാത്തുണ്ട്, അതിൻ്റെ റൂയിൻസേ ഉള്ളൂ കേട്ടോ. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലക്ഷ്യമിട്ട് നടക്കണേ. ആ പോണ വഴിക്ക് നമുക്ക് ബോണസ് പോലെ ഈ കാണുന്ന ഒരു അടിപൊളി ഒരു ഗാർഡനും അവിടെ ഉണ്ടായിരുന്നൊരു ക്യാസിലും കാണാൻ പറ്റി. അപ്പം നമ്മൾ കുറച്ച് നേരം അതിനകത്തൂടെയൊക്കെ നടന്ന് അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്, നമ്മുടെ പണ്ടത്തെ റോമൻ ബാത്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ റൂയിൻസാണ് അത്, പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോണ വഴിക്ക് സൈഡിൽ കൂടെ കാണുമ്പോൾ ഭയങ്കര ഒരു കൊള്ളാന്നൊക്കെയുള്ള രീതിയിലൊരു എക്സ്പെക്റ്റേഷൻ നമുക്ക് കിട്ടി. പക്ഷെ പിന്നെ അടുത്തോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് റെനോവേഷന് വേണ്ടി ക്ലോസ്ഡ് ആയിരുന്നു. നമുക്ക് അകത്ത് കയറാനൊന്നും പറ്റിയില്ല. അകലെ നിന്ന് കണ്ടിട്ട് നമ്മളെല്ലാ സിറ്റിയിലും പോകുന്ന പോലെ അവിടുന്ന് ഒരു സുവനിയറും കളക്ട് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോയി. ടാറ്റാ.